ഹൈ ഗൈസ്, ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇപ്പോൾ റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും ഈ വീഡിയോ കണ്ടാൽ കിട്ടും. ഓക്കെ, സോ ICAI എന്ന് പറയുന്ന ഇന്ത്യൻ മിനിസ്ട്രിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോർഡാണ് ഇതിന്റെ സിലബസ്, എക്സാംസ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഏകദേശം നമുക്കൊരു 4 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കോഴ്സ് ടോട്ടൽ 16 പേപ്പേഴ്സ് ആണ്. ഈ 16 പേപ്പേഴ്സിനെ നമ്മൾ 3 ലെവൽസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഫൗണ്ടേഷൻ, സെക്കൻഡ് വൺ ഇന്റർമീഡിയറ്റ് ആൻഡ് തേർഡ് വൺ ഫൈനൽ. ഓക്കെ, സോ നമുക്ക് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷനിൽ ടോട്ടൽ 4 പേപ്പേഴ്സ്. ഈ 4 പേപ്പേഴ്സിനെ നമ്മൾ ടോട്ടൽ 100ൽ 40 മാർക്സും അതേപോലെ തന്നെ അഗ്രിഗേഷൻ 50 മാർക്സും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായ ഇന്റർമീഡിയറ്റിലേക്ക് എത്തും. അപ്പോൾ ഒരു അഗ്രിഗേഷൻ എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് നമുക്കിപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ എല്ലാ പേപ്പേഴ്സും 40 മാർക്കിന് നമ്മൾ ജയിക്കില്ല. അതിന് പകരം നമ്മൾ ടോട്ടൽ ഇപ്പോൾ 4 പേപ്പേഴ്സ് ആണല്ലോ. അപ്പോൾ 4 പേപ്പേഴ്സിനെ നമ്മൾ 400 മാർക്ക്, അതായത് 100 വെച്ച് 400 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ 50% എന്ന് പറഞ്ഞാൽ 200 മാർക്ക് എന്ത് ചെയ്യണം, നമ്മൾ എഴുതിയിരിക്കുന്ന എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ കിട്ടിയിരിക്കണം. നമുക്ക് കിട്ടിയ മാർക്ക് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ 200 മാർക്ക് കിട്ടണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കുന്ന ഇന്റർമീഡിയറ്റ് നമുക്ക് ടോട്ടൽ 6 പേപ്പേഴ്സ് ആണ്. ഈ 6 പേപ്പേഴ്സിനെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഓരോ ഗ്രൂപ്പിൽ നമുക്ക് 3 പേപ്പേഴ്സ് ആണ് ഉണ്ടാവുക. അതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് എക്സാംസ് വരുന്നത്. 100 ഒരു ഗ്രൂപ്പിൽ 100ൽ 40 മാർക്സ് നമുക്ക് നേടണം. പക്ഷേ എല്ലാ പേപ്പേഴ്സിനും 40 കിട്ടിയാൽ നമ്മൾ ജയിക്കില്ല. അഗ്രിഗേഷൻ നമുക്ക് എത്ര വേണം, 50%. അത് നമ്മളിപ്പോൾ 300ൽ 150 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, പെർ പേപ്പറിന് നമുക്ക് കിട്ടണം. ഇത് ഈ ഒരു എക്സാം, അതായത് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം നമുക്ക് ഗ്രൂപ്പ് 1 ആയിട്ടും ഗ്രൂപ്പ് 2 ആയിട്ടും അതേപോലെ തന്നെ ബോത്ത് ആയിട്ടും എഴുതാം. അതായത് 2 ഗ്രൂപ്പ് ഒരുമിച്ച് ചെയ്താം. അപ്പോൾ 2 ഗ്രൂപ്പും ഒരുമിച്ച് എഴുതുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അഗ്രിഗേഷൻ 50% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ നമുക്ക് വാങ്ങേണ്ടത് 150 150 ആണ്. പക്ഷേ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രൂപ്പിൽ 130 മാർക്കാണ് അഗ്രിഗേഷൻ കിട്ടിയിരിക്കുന്നത്, മറ്റൊരു ഗ്രൂപ്പിൽ 170 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താവും, മാച്ച് ആവും. ഓക്കെ, അപ്പം ബോത്ത് ഗ്രൂപ്പ് നമുക്ക് പാസ് ആവുമ്പോൾ ഈ 170യും ഈ 130 തമ്മിൽ മാച്ച് ആയിട്ട് അഗ്രിഗേഷൻ എന്താവും, കംപ്ലീറ്റ് ആവും. അതുകൊണ്ടാണ് ഈ ബോത്ത് ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു 1 മന്ത് OTT ആൻഡ് ഓറിയന്റേഷൻ ക്ലാസ് ആണ്. ഇത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ദെൻ നമുക്ക് ഒരു 2 ഇയർ ആർട്ടിക്കൽഷിപ്പ് ഉണ്ടാവും. അതായത് നിലവിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന CA കാരനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 ഇയർ പ്രാക്ടീസ് ചെയ്യണം. 2 ഇയർ നമ്മൾ ആർട്ടിക്കൽഷിപ്പ് ചെയ്യണം. ദെൻ ആഫ്റ്റർ ആർട്ടിക്കൽഷിപ്പിന് നമുക്ക് സെയിം നമ്മൾ ഇന്റർമീഡിയറ്റിൽ വന്നിരിക്കുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ്. 6 പേപ്പേഴ്സ്, 2 ഗ്രൂപ്പ്, ബോത്ത് ഗ്രൂപ്പിലും 3 പേപ്പേഴ്സ്, എക്സാംസും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. ഓക്കെ, സെയിം ഇന്റർമീഡിയറ്റിലെ കാര്യങ്ങൾ തന്നെയാണ് ഫൈനലിൽ നമുക്ക് വരുന്നത്. നമ്മളത് എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ ഇന്റർമീഡിയറ്റും പ്ലസ് 2 ഇയർ ആർട്ടിക്കൽഷിപ്പും കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോലി കിട്ടും.